ലിസൺ. അപ്പോൾ ഇതിപ്പോൾ ഒരു ഹൈഡ്രജന്റെ കേസിൽ ചെയ്ത പോലത്തെ ഒരു ഇന്റഗ്രേഷൻ ആണ്. ഇതും അങ്ങനെ തന്നെയാണ്. ഇത് മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ അല്ലേ? സോ ഫോർ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് എക്സ്പെക്ടേഷൻ ഓഫ് എച്ച്, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് ടി പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് വി ആയിരിക്കും. അത് നമുക്ക് അറിയാവുന്ന കാര്യം, ഹാർമോണിക് ഓസിലേറ്റർ സ്പ്ലിറ്റ് ചെയ്ത് ഓർമ്മയില്ലേ? ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, അത് പറയുകയാണെങ്കിൽ ചെറിയൊരു കാര്യം നിങ്ങൾ അറിയണം. ഹൈഡ്രജൻ ആറ്റത്തിലെ എനർജി E n equal to ഇതാണ് എനർജി, ആൻഡ് A naught equal h cut square by mu E square. ഓക്കെ, അപ്പോ h cut square by mu E square, ഇവിടെ ഈ മ്യൂവിനെയും ഒരു E സ്ക്വയറിനെയും h കട്ടിന് അടിയിൽ കിട്ടി കഴിഞ്ഞാൽ അതിന് കൈ വരെ A naught കൊടുത്തൂടെ? അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റാൻ? ശരിക്കും മൈനസ് ഉണ്ട്, യെസ്, മ്യൂ അടിയിലേക്ക് വന്നു അല്ലേ? സെഡ് സ്ക്വയർ ഉണ്ട് ഇവിടെ, ഈ ഒരു ഇ സ്ക്വയറിന് അടിയിലേക്ക് വന്നാൽ ബാക്കി ഇ സ്ക്വയർ ഉണ്ടാവും, ഡിവൈഡ് ബൈ എന്താ വരിക 2 ഉണ്ട്, h കട്ട് സ്ക്വയർ ബൈ മ്യൂ ഇ സ്ക്വയർ A naught ആയി അല്ലേ? ഇനിയിപ്പോ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ n എന്ത് കൊടുക്കണം? 1 കൊടുക്കണം അല്ലേ? അപ്പൊ അങ്ങനെയാണ് ഈക്വേഷൻ ഉണ്ടാവും, മൈനസ് z square e square by 2a naught for ground state. Clearly, right? So for hydrogen atom, adinte energy ingane oru expression undu. Okay, so by using this idea, I will write down the expectation of T and V right here. Okay, ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് എനർജി. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഇതിപ്പോൾ ടോട്ടൽ എനർജി അല്ലേ? ഒരു കാര്യം കൂടെ ഉണ്ട്, അതുകൂടെ ആ ഐഡിയ കൂടി ഉപയോഗിച്ചാൽ എനിക്ക് രണ്ടും ഒരുമിച്ച് അങ്ങ് എഴുതാം. റൈറ്റ്, അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മൈനസ് ഹാഫ് എക്സ്പെക്ടേഷൻ ഓഫ് വി ആണ്. റൈറ്റ്, അപ്പോൾ രണ്ട് കാര്യങ്ങൾ മക്കളെ. ശരിക്കും ഇ എന്ന് പറഞ്ഞാൽ ടിയും വിയും കൂട്ടിയതാണ്, ആൻഡ് ദാറ്റ് ഈസ് ദിസ്. ഓക്കെ, മറ്റൊരു കാര്യം എന്താ മനസ്സിലായത്? എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് ഹാഫ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് വി ആണ്, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് വി എന്ന് പറഞ്ഞാൽ മൈനസ് 2 ടൈംസ് എക്സ്പെക്ടേഷൻ ഓഫ് ടി ആണ്. ഓക്കെ, സോ ഇനി ഇ എന്താണ്? മൈനസ് എച്ച് സ്ക്വയർ ബൈ ഇ സ്ക്വയർ ബൈ 2a naught ആണ്. ഓക്കെ, സോ ദാറ്റ് ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് z square e square by 2a naught മൈനസ് ഇതിന്റെ 2 മടങ്ങാണ് അല്ലേ? മൈനസ് 2 ടൈംസ് ടി ആണ് വി. അപ്പോൾ മൈനസ് 2 വരുമ്പോൾ മൈനസ് 1 2 ക്യാൻസൽ ആയിട്ട് z square e square by a naught. ഈ 2 ഇപ്പുറം വന്ന 2 എന്തായി ക്യാൻസൽ ആയി. So this is the expectation of H for a hydrogen like atom. ഈ എക്സ്പ്രഷൻ വരുന്നത് നിങ്ങളുടെ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഹൈഡ്രജൻ ആറ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ നിങ്ങൾ r തീറ്റ ഫൈയുടെ മൾട്ടിപ്ലിക്കേഷൻ എഴുതിയിട്ട് റേഡിയൽ പാർട്ടിന്റെ ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, 1/r × d/dr ഓഫ് r സ്ക്വയർ × dr/dr അങ്ങനെ തുടങ്ങുന്ന ഒരു ഇക്വേഷൻ. റൈറ്റ്, 1 ഡിഗ്രി പഠിച്ചാണ്. അതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമുക്ക് അവസാനം എനർജിക്കുള്ള എക്സ്പ്രഷൻ കിട്ടുന്നത്. ഓക്കെ, ബട്ട് അതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല, നമുക്ക് അതിന്റെ റിസൾട്ടേ ആവശ്യമുള്ളൂ. ആൻഡ് ഐ ഹാവ് റൈറ്റ് ഇറ്റ്, ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്തേക്ക് കിടക്കാം. ശ്രദ്ധിക്കണേ, അവിടെ ചെയ്ത കാര്യത്തിലേ ഉള്ളൂ. T plus V ആണ് ഫോർ ഹൈഡ്രജൻ ആറ്റം ലൈക്ക് ഫോർ ആറ്റംസ് ലൈക്ക് ഹൈഡ്രജൻ ആറ്റം. എനിക്ക് എന്ത് ചെയ്യാം? എച്ചിന് ഇങ്ങനെ എഴുതാം. അതിന് കാരണം ഞാൻ En ഈക്വൽ ടു ഫോർ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് എന്ന് 1 കൊടുത്തിട്ട് മൈനസ് h സ്ക്വയർ e സ്ക്വയർ ബൈ 2a naught കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, ഇത് റേഡിയൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടിയതാണ്. എനിവേ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് ഹാഫ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് വി ആണ്, അല്ലെങ്കിൽ മൈനസ് 2t ആണ് വി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ടോട്ടൽ എനർജി നിങ്ങൾ ടി പ്ലസ് വി എഴുതാം. ടി പ്ലസ് വി എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് 2t ആണ്. അപ്പൊ ടി മൈനസ് 2t ആണ് ഇത് വരിക. അപ്പൊ മൈനസ് ടി അല്ലേ? അപ്പൊ En ഈക്വൽ ടു മൈനസ് ടി എന്ന് വരും. അഥവാ ടി ഈക്വൽ ടു മൈനസ് En. അതാണ് ഇവിടെ ടിക്ക് ഞാൻ മൈനസ് En. Eന്റെ മൈനസ് എന്ന് പറഞ്ഞാൽ ഈ മൈനസ് എന്താ? പ്ലസ് ആവും, അതെടുത്തു അല്ലേ? ഇനി വി എന്താ? അത് ഈക്വേഷൻ പ്രകാരം ബൈ 2 മടങ്ങാണ് അല്ലേ? പ്ലസ് ആണ് വരിക, ബട്ട് മൈനസ് 2t ആയതുകൊണ്ട് മൈനസ് 1 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 2 ക്യാൻസൽ ആയിട്ട് a naught മാത്രം വരും. ഓക്കെ, സോ എനിവേ ഇത് കിട്ടി. ഇനി നമുക്ക് ഇവിടെയാണ് ചേഞ്ചസ് വരുത്തുന്നത്. ബാക്കിയൊക്കെ മാറിക്കോണേ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പോ നിങ്ങൾക്ക് ഏത് പാർട്ടി ആയിട്ടുള്ളൂ, ഇത് ചെയ്താൽ
ഇതാ കിട്ടുക. അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ടും ഹൈഡ്രജൻ ലൈക്ക് ആറ്റം തന്നെയല്ലേ. ആകെ നമുക്ക് ഈ ഒരു ഇന്റഗ്രേഷൻ മാത്രമേ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൂ. കാരണം ഇത് രണ്ടും ഈ ഒരു എക്സ്പ്രഷനും നമുക്ക് ഇതാണ് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇതിന് പകരം ഇത് കൊടുക്കാം, ഇതിന് പകരം എന്ത് ചെയ്യാം, ഇതേ ടേം കൊടുക്കാം. ഓക്കെ റൈറ്റ്, അല്ലെങ്കിൽ 2 ടൈംസ് ഇതിൽ നിന്ന് എഴുതിയാൽ മതി ഈ രണ്ട് ഈക്വേഷന് പകരം, ഇതിൽ രണ്ട് ടേമിന് പകരം. ഓക്കെ, പിന്നെ ഇതെന്താണെന്നത് മാത്രം നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇതൊന്ന് വായിച്ചോട്ടെ. എനിക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആയിക്കോട്ടെ. അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. ഈ പൊട്ടൻഷ്യൽ എനർജി ടേമില് നമുക്കിവിടെ പൊട്ടൻഷ്യൽ എനർജി ടേമില് രണ്ട് സെഡ് സ്ക്വയർ, അതായത് സെഡ് ഇൻറ്റു സെഡ് വന്നിട്ടുണ്ട് അല്ലേ. അതെവിടെ നിന്നാണ് അങ്ങനെ സെഡ് ഇൻറ്റു സെഡ് വന്നത്? അത് പറഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ ഹാമിൽട്ടോണിയനിലെ സെഡും മറ്റൊന്ന് വേവ് ഫംഗ്ഷൻ ψ1 എഴുതുമ്പോഴുള്ള സെഡ് ആണ്. ഞാനിവിടെ എക്ക് a0/z എന്നുള്ള ഇക്വേഷൻ ഓർമ്മയില്ലേ അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒന്ന് വേവ് ഫംഗ്ഷനിലെ സെഡും ഈ സെഡ് സ്ക്വയറിലാണ്, മറ്റേ സെഡ് ഏതുമാണ്? ഹാമിൽട്ടോണിയനിലെ സെഡും ആണ്. ഓക്കെ, വേരിയേഷൻ മെത്തേഡില് നമ്മൾ വേരി ചെയ്യുന്നത് വേവ് ഫംഗ്ഷനെയാണ് അല്ലേ, അല്ലാതെ എന്തല്ല, ഹാമിൽട്ടോണിയൻ അല്ല. അപ്പോ ഹാമിൽട്ടോണിയനിലെ സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതാ ഞാൻ നേരത്തെ ഇവിടെ സെഡിന്ന് എടുത്തിട്ട് 2 കൊടുത്തിട്ടില്ല. റൈറ്റ്, സോ ആക്ച്വലി ഇവിടുത്തെ സെഡ് സ്ക്വയറില് സെഡ് ഇൻറ്റു സെഡ് എന്ത് ചെയ്യുന്നു, ഞാൻ പൊട്ടൻഷ്യലിന്റെ കാര്യമാണ് കൈൻഡ് കരുതി അവിടെ നോക്കാം, നോ പ്രോബ്ലം. പൊട്ടൻഷ്യൽ എനർജിയിലെ ഈ സെഡ് ഇൻറ്റു സെഡ് എന്ന് പറയുന്ന ടേമിലെ ഒരു സെറ്റ് ഹാമിൽട്ടോണിയനിലെ സെഡും മറ്റൊന്ന് വേവ് ഫംഗ്ഷനിലെ സെഡുമാണ്. ഹാമിൽട്ടോണിയനിലെ സെഡ് വേരി ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഹാമിൽട്ടോണിയനിലെ സെഡിന്റെ കറക്റ്റ് വാല്യൂ എത്രയാണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെഡിന്റെ കറക്റ്റ് വാല്യൂ എത്രയാ? ഹീലിയം ആയതുകൊണ്ട് Z2 ആണ് അല്ലേ. ഫോർ ഹീലിയം Z2 ആണ്. അപ്പൊ ഇവിടെ ഞാൻ ചെറുതായിട്ട് മാറ്റം വരുത്താൻ പോവാണ്. ആയിക്കോളൂ. ഫസ്റ്റ് ടേം കൈനറ്റിക് എനർജി ടേം ആണ്. Z2a²2a0 നോ മാറ്റർ ഈക്വൽ ടു, ഇവിടെ സെഡിനെ Z ഇൻറ്റു സെറ്റ് a²/a0. ഇത് സെറ്റ് സ്ക്വയറിലെ അതിലൊരു സെറ്റ് ഹാമിൽട്ടോണിലെ സെറ്റ് ആണ്, അതിനെന്ത് കൊടുക്കാം? 2 കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതെന്ത് വരും? 2ze². ഓക്കെ, ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിക്കണേ. എന്താ ചെയ്തത്? ഇവിടെ വരുന്ന ഈ രണ്ട് സെറ്റ് മൾട്ടിപ്ലൈ ചെയ്ത കാണുന്നുണ്ട്, സെറ്റ് ഇൻറ്റു സെറ്റ് ആണ്. ആ സെറ്റിൽ ഒരു സെറ്റ് ഹാമിൽട്ടോണിൽ നിന്ന് വന്നതും മറ്റൊന്ന് ഇവിടെ നിന്ന് വേവ് ഫംഗ്ഷൻ വന്നതുമാണ്. ഓക്കെ, നമ്മളിവിടെ വേരി ചെയ്യുന്നത് ഹാമിൽട്ടോണിലല്ല, മറ്റേ വേവ് ഫംഗ്ഷനിലെ സെറ്റാണ്. ഹാമിൽട്ടോണിലെ സെറ്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് ഹാമിൽട്ടോണിലെ സെറ്റിന് അതിന്റെ കറക്റ്റ് വാല്യൂ ആയിട്ടുള്ള 2 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മറ്റേ സെറ്റിന് അങ്ങനെ വെച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഈ വേരിയേഷൻ മെത്തേഡിൽ വേരിയേഷൻ പാരാമീറ്റർ ആയിട്ട് Z ആണ് എടുക്കുന്നത്. ഓക്കെ, സെറ്റിന്റെ എഫക്റ്റ്, അതായത് ഇവിടെ ഇപ്പോ 2 ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണ് ഇതിന്റെ എഫക്റ്റ് ഇതിന്മേലുള്ളതിനെ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? സ്ക്രീൻ ചെയ്യും. നിങ്ങൾ സ്ക്രീനിങ് എഫക്ട് എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോ ഇയാൾ തമ്മിൽ എഫക്റ്റിനെ ഇയാൾ എന്ത് ചെയ്യാം? സ്ക്രീനിങ് എഫക്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, ആ എഫക്റ്റ് കാരണം ഇവിടെ സെഡിന്റെ വാല്യൂ ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്നതല്ല വരിക, ചെറിയൊരു വേരിയേഷൻ അതിലുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഹീലിയം മാറ്റത്തിന്റെ കാര്യത്തിൽ സ്ക്രീനിങ് എഫക്റ്റ് ഞാൻ പരിഗണിച്ചുകൊണ്ട് ഞാൻ സെഡിനെയാണ് വേരിയേഷണൽ പാരാമീറ്റർ ആയിട്ട് എടുക്കുന്നത്. അതായത് നമ്മൾ വേവ് ഫംഗ്ഷനെ റെഡ്യൂസ് ചെയ്തിട്ട് മിനിമൈസ് ചെയ്യുന്നത് ഫോർ ഏത് ക്വാണ്ടിറ്റിയാ? സെഡിനാണ്. ഓക്കെ, കാരണം സെഡ് സാധാരണ നമ്മൾ വിചാരിക്കും ഹീലിയാറ്റിലെ സെഡ് 2 അല്ലേ എന്നുള്ളത്. റൈറ്റ്, ബട്ട് ഹിയർ യു ഷുഡ് കൺസിഡർ ദ സ്ക്രീനിങ് എഫക്റ്റ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ആ സ്ക്രീനിങ് എഫക്റ്റ് കാരണം തീർച്ചയായിട്ടും സെഡിനെയാണ് ഞാൻ ഈ പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ ഹീലിയം ആറ്റത്തിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് കാണാൻ എന്ത് പാരാമീറ്റർ ആയിട്ട്? വേരിയേഷണൽ പാരാമീറ്റർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ ഡ്യൂ ടു സ്ക്രീനിങ് എഫക്റ്റ് I am taking Z as the variational parameter. Okay, അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഇപ്പോഴും Z-ന് 2 കൊടുത്തിട്ട് 2² 4 എഴുതാത്തത്. കാരണം ഒരു Z അത് വേരിയേഷണൽ പാരാമീറ്റർ ആണ്, വേവ് ഫംഗ്ഷനിലെ Z ആണ്. ഓക്കെ, ആ Z-ന് 2 കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് അങ്ങനെ വെക്കണം. ആ സെറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മിനിമൈസ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷെ ഹാമിൽട്ടോണിലെ സെറ്റിന് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാം, നോ പ്രോബ്ലം. കൊടുത്തു, ഹാമിൽട്ടോണിലെ സെറ്റിന് 2 കൊടുത്തു, 2 സെറ്റ് ആക്കി. ഓക്കെ, ക്ലിയർ അല്ലേ? റൈറ്റ്, നൗ ഇവിടെ പഴയ 2a0 ഇല്ലേ, നിങ്ങൾ എന്ത് ചെയ്യും? അടിയിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ മേലെ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 2 × 2 എന്താ? 4 ആയി.
ഓക്കെ, ഞാൻ മാറ്റി ഇവിടെ തന്നെ ചേഞ്ചസ് കിട്ടുവാണേ. നിങ്ങൾ അടുത്തടുത്ത സ്റ്റെപ്പായിട്ട് എഴുതിക്കോളും, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുക. ഇവിടുത്തെ ഇപ്പോൾ z² സെറ്റിനെ സ്പ്ലിറ്റ് ചെയ്തു, സെറ്റിനെ സെറ്റാക്കി. ഒരു സെറ്റിന് 2 കൊടുത്തു, താഴെ മേലെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ 2 മൾട്ടിപ്ലൈ ചെയ്ത് 2 തമ്മിൽ 4 ആയി, മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൈറ്റ്. ഇനിയിപ്പോൾ ഇവിടെ z(e²/2a0) രണ്ടിലുണ്ട്, കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അതിനാണ് e²/2a0 ഉണ്ട്, അത് പുറത്തെടുക്കുക. e²/2a0 പുറത്തെടുത്തു. e²/2a0 വന്നാൽ ഇവിടെ z² ഉണ്ട്, മൈനസ് e²/2a0 വന്നാൽ 4z ഉണ്ട്. യെസ്, സോ ദിസ് ഈസ് ദി എക്സ്പെക്ടേഷൻ ഓഫ് h. ഏത് ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ ശ്രദ്ധിക്കണം. ഇത് മൊത്തം നമ്മൾ കണ്ടില്ല, മൊത്തം ഹാമിൽട്ടോണിന്റെ എക്സ്പെക്ടേഷൻ അല്ലേ ഇത്. ഈ ഞാൻ ഇവിടെ h ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇത് ശരിക്കും തെറ്റായ ഒരു കാര്യമാണ്. ഇവിടെ h1 ഇതായി നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ടിന്റെ മാത്രമാണിത് അല്ലേ. ശരി, കാര്യം ഉറപ്പാ. ഇതും സെയിം പാർട്ടാണ്, R1 R2 ആണെന്ന് മാത്രം. അപ്പൊ റിസൾട്ട് ഈയുടെ എയുടെയും ടേം ഇവിടെ R1 R2 ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇതേ ടേം തന്നെയാണ് ഇവിടെ വരിക. ഓക്കെ, അപ്പൊ ഈ ഒരു ഇന്റഗ്രേഷനും മാത്രമേ നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന് പകരം ഇത് കൊടുക്കാം, ഇതിന് പകരം ഇത് കൊടുക്കാം. അപ്പൊ എന്തൊരു 2 ടൈംസ് ഓഫ് ഈ ടേംസ് വരും. അപ്പൊ അടുത്ത 2 എന്തായിപ്പോ ക്യാൻസൽ ആയിപ്പോ. അപ്പൊ ഇത് രണ്ടും എയുടെ റിസൾട്ട് e²/2 ഉണ്ടാവില്ല, a0 into z² minus 4z ആണ്. ഇത് നമുക്ക് ഏതേ വേണ്ടു, ഈ ടേമേ വേണ്ടു അല്ലേ. ഒന്ന് നോക്കോട്ടെ, നോക്കാം. ശ്രദ്ധിച്ചു. So expectation of h, total h ന്റെ expectation equal to ഇതും ആഡ് ചെയ്താൽ ഇതിന്റെ 2 ടൈംസ്, ഇതിന്റെ 2 ടൈംസ് വരുമ്പോൾ അടുത്ത 2 ക്യാൻസൽ ആയി പോകും. e²/a0 z² minus 4z. ഓക്കെ, ഇനി ഇതിന് ആവശ്യമില്ലല്ലോ, കഴിഞ്ഞോ. അപ്പൊ ഇതും ആഡ് ചെയ്തു, പ്ലസ് ഈ ടേം ψ1r ψ2r k e²/r12 ψ1r ψ2r. ഓക്കെ, ആൻഡ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. നിങ്ങൾ ഗ്രിഫിത്തിന്റെ അതൊക്കെ ചെയ്തിട്ടുണ്ട്, നോക്കിക്കോളൂ, നോ പ്രോബ്ലം. ബട്ട് ദ വാല്യൂ ഓഫ് ദിസ് ഇന്റഗ്രേഷൻ ഈസ് 5/8 z(e²/a0). Okay, the value of the third term of expectation value of h is 5/8 5/8 z(e²/a0). Okay, so expectation of h equal to e²/a0 z² minus 4z plus 5/8 z(e²/a0). ക്ലിയർ അല്ലേ? അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് h ആയി നമുക്ക് കാണുന്നത് അത് കിട്ടി. വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല, എല്ലാം മനസ്സിലായി. അപ്പൊ ഇന്റഗ്രേഷൻ കഴിഞ്ഞു, അതിന് മിനിമൈസേഷൻ ചെയ്യേണ്ട ഒരു പരിപാടിയായിരുന്നു. ഓക്കെ, now listen. ഇവിടെ ഈ നമുക്കൊന്ന് ചെറുതാക്കി എഴുതാം. z(e²/a0) ഈ ടേമിലുണ്ട്, ഈ ടേം e²/a0 ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു z വന്നാൽ കോമൺ ആയിട്ട് z(e²/a0) പുറത്തെടുത്തൂടെ? അതിന് വഴിയുണ്ട്, z-നോട് വരുത്തിക്കാൻ പറ്റും. എങ്ങനെയാണ്? ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു z പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്താവും, എക്സ്പെക്ടേഷൻ ഓഫ് h ഈക്വൽ ടു z ഞാൻ പുറത്തെടുത്താൽ z(e²/a0) ബ്രാക്കറ്റിലാണ് ഉണ്ടാവുക. ഇവിടെ z² വന്നാൽ z മൈനസ് 4z z വന്നാൽ 4 പ്ലസ് 5/8 z(e²/a0). ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ 24 പുറത്തെടുക്കാൻ ഞാൻ പറഞ്ഞ z(e²/a0) പുറത്തെടുക്കുക. അപ്പൊ എന്താവും, z minus 4 ഇവിടെ ഉണ്ട്. ഇവിടുന്ന് z(e²/a0) വന്നാൽ ഇവിടെ ബാക്കിയുള്ളത് z minus 4. ഇവിടെ ബാക്കി ഉണ്ടാവുക പ്ലസ് ഒരു 5/8. റൈറ്റ്, ദിസ് ഈസ് ഈക്വൽ ടു z(e²/a0 z (32) minus 32 plus 5 എത്രയാ, minus 27 അല്ലേ. 32 by 8 അല്ലേ. ഇത് രണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ minus 27/8 കിട്ടുക. ഓക്കെ,
Now Z ഉള്ളിലേക്ക് എടുത്തോ. അപ്പോൾ എന്ത് കിട്ടും? Expectation of H equal to Z into Z എന്താ? Z square E square by A naught. Right. അടുത്ത മൈനസ് ഈ ടേം ഇൻറ്റു ഇത് 27/8 ഓൾറെഡി ഇവിടെ ഉണ്ട് ഇൻറ്റു ഈ ടേം Z E square by A naught. Clear? So ഇതാണ് expectation of H. Now listen, I want to minimize is H, expectation of H for the parameter ഞാൻ പറഞ്ഞു ആരെ എടുക്കുന്ന നമ്മൾ Z നെയാണ്. So minimize dou H by എന്താ കാണുന്നത് ഓർമ്മയില്ലേ? ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എക്സ്പെക്ടേഷൻ കാണലാണ് കണ്ടു ഇനി മിനിമൈസ് ചെയ്യുന്നു that is equal to 0 ആണ് അല്ലേ? implies dou H by dou Z ഇതിന്റെ ഡെറിവേറ്റീവ് Z കാണണം. അപ്പോൾ E square by A naught ന്റെ 2Z square ന്റെ ഡെറിവേറ്റീവ് എന്താ 2Z. അപ്പോൾ 2Z E square by A naught ഫസ്റ്റ് ഇതിന്റെ ഡെറിവേറ്റീവ് മൈനസ് 27/8 Z E square by A naught ഡെറിവേറ്റീവ് എന്താ Z ന്റെ ഡെറിവേറ്റീവ് E square by A naught കോൺസ്റ്റന്റ് ആണ് E square by A naught കോൺസ്റ്റന്റ് ഇൻടു Z ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു Z 1 ആണ് ദാറ്റ്സ് ഇറ്റ് ഈക്വൽ ടു 0 ആണ്. ഓക്കേ അപ്പോൾ ഞാൻ നേരെ അപ്പുറത്തേക്ക് എടുക്കാം 2Z E square by A naught equal to മൈനസ് ടേം അപ്പുറം പോകുമ്പോൾ പ്ലസ് ആവും 27/8 E square by A naught. രണ്ട് ഭാഗത്തും E square by A naught ഉണ്ട്. They get cancelled. ഓക്കെ അപ്പോൾ ആകെ വാക്ക് ഉണ്ടാവുക 2Z equal to 27/8. നമുക്ക് എക്സ്പെക്ടേഷൻ വെച്ച ആവശ്യമുണ്ട് ഞാൻ ഓക്കെ മയക്കുന്നില്ല കാരണം എന്തായാലും ടെക്നിക്ക് ഓർമ്മയില്ലേ സെഡില് എച്ചിനെ നമ്മൾ മിനിമൈസ് ചെയ്യും ആ വാല്യൂ ഓഫ് സെഡ് കണ്ടുപിടിച്ചിട്ട് ആ സെഡിന്റെ വാല്യൂ തിരിച്ചുകൂടെ കൊടുക്കണം അപ്പോഴല്ലേ എക്സ്പെക്ടേഷൻ വെച്ച് കിട്ടുക കോൺസ്റ്റന്റ് എനർജി കിട്ടുക അല്ലേ റൈറ്റ്. ഇപ്പൊ 2Z 27/8 ആണ് ഇംപ്ലൈസ് സെഡ് ഈക്വൽ ടു ഈ 2 ഇങ്ങോട്ട് എടുത്താൽ അടിയിലേക്കാണ് പോവുക 27/2 × 8 16. യെസ് അപ്പോ Z എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേരിയേഷണൽ പാരാമീറ്റർ ഡ്യൂ ടു ദി സ്ക്രീനിങ് എഫക്റ്റ്. ഓക്കെ അപ്പൊ അതിന്റെ കറക്റ്റ് വാല്യൂ 27/16 ആണ്. നിങ്ങൾ വിചാരിച്ചത് 2 അല്ല 2 ആണെങ്കിൽ ഇവിടെ 32 വരും 32/16 ആണ് 2. അപ്പൊ അതിനേക്കാൾ കുറച്ചെന്താ കുറവാ 27/16 എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 2 ആണ് അല്ലേ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ സെഡിന്റെ വാല്യൂ 2 കറക്റ്റ് ആവാണ്ടായി പോകുന്നത്? സ്ക്രീനിങ് എഫക്റ്റ് കാരണമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഇവിടെ എടുക്കുന്നത് സെഡിനെയാണ് എന്തായിട്ട് എടുക്കുന്നത് വേരിയേഷണൽ പാരാമീറ്റർ. ക്ലിയർ അല്ലേ? സോ അപ്പൊ കഴിഞ്ഞു. ഇനി 27/16 കൊടുക്കാം നമ്മുടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് H കിട്ടും. ഓക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് H ഇവിടെ ഇപ്പൊ E square by A naught കോൺസ്റ്റന്റ് രണ്ടിലുണ്ട് പുറത്തെടുത്തു ബാക്കി Z സ്ക്വയർ മൈനസ് 27/8 ഇൻറ്റു ഒരു സെറ്റ് ഉണ്ട് അല്ലേ ഈക്വൽ ടു E square by A naught Z സ്ക്വയർ ഇതിന്റെ സ്ക്വയർ 27/16 സ്ക്വയർ മൈനസ് 27/8 ഇൻറ്റു Z എത്ര 27/16 ഈക്വൽ ടു minus 2.85 E square by A naught. Okay, so comments ഞാൻ ആ വാല്യൂ ഒന്ന് മേലെ എടുക്കാം expectation of H or the ground state energy of helium atom is minus 2.85 E square by A naught. Okay, by variational method. Okay, variational method ഉപയോഗിച്ചിട്ട് എനിക്ക് ground state energy of helium atom കിട്ടിയത് minus 2.85 E square by A naught ആണ്. At the same time perturbation theory ഇരുന്നത് E equal to minus 2.75 E square by A naught by perturbation theory. Okay, and actual value experimentally observed value is minus 2.90.
0.04 E square by A naught. Experimental. Okay. Okay, dear students, our sample cheyanda noka expectation of h ഞാൻ കണ്ടു വേരിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് ഞാൻ കണ്ടത് അത് കിട്ടിയത് -2.85 E square by A naught ആണ് പെർട്ടർബേഷൻ വഴിയാണ് that is -2.75 ആണ് ബട്ട് ഈ നെഗറ്റീവ് ആണ് നോക്കട്ടെ നെഗറ്റീവിന്റെ സൂചന നെഗറ്റീവ് എന്താ സൂചിപ്പിക്കുന്നത് സിസ്റ്റം ബൗണ്ടഡ് ആണ് ഇലക്ട്രോൺ ഫ്രീ അല്ല ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ ബൗണ്ടഡ് ആണ് അല്ലേ നിങ്ങൾ അത്രയും എനർജി അങ്ങോട്ട് കൊടുത്താൽ ഇലക്ട്രോൺ ഫ്രീ ആക്കാം അല്ലേ അതുകൊണ്ട് നെഗറ്റീവ് എനർജി ഉണ്ടാവും നമ്മൾ ഹൈഡ്രജൻ ആറ്റം പറയുമ്പോഴേ പണ്ടേ പറഞ്ഞ കാര്യമാണ് ഓക്കെ ബട്ട് അവർ നെഗറ്റീവ് ഒക്കെ അവിടെ വെക്കട്ടെ അത് ബൗണ്ടഡ് സിസ്റ്റം ആണ് ഹീലിയം ആറ്റം എന്ന് പറയുന്ന സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് എനർജി ആയിരിക്കും നെഗറ്റീവ് വാല്യൂ ആണ് ബിക്കോസ് ഇറ്റ് ഈസ് ബൗണ്ടഡ് നിങ്ങൾ അത്ര എനർജി അങ്ങോട്ട് കൊടുത്താലാണ് അത് ഫ്രീ ആവുക ആ ഇലക്ട്രോൺ ഫ്രീ ആവുക whatever അപ്പോൾ ഈ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും വേരിയേഷൻ മെത്തേഡ് ഉപയോഗിച്ച് കിട്ടിയ വാല്യൂ ആണ് എക്സ്പെരിമെന്റൽ വാല്യൂ ആയിട്ട് കൂടുതൽ എന്ത് ചെയ്യുന്നത് ക്ലോസ് ആയിട്ടുള്ളത് അല്ലേ ദാൻ യുവർ പെർട്ടർബേഷൻ അപ്പോൾ പെർട്ടർബേഷൻ തന്നതിനേക്കാൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ നിങ്ങളുടെ വേരിയേഷൻ മെത്തേഡ് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ അല്ലേ ഒരുപാട് ലെങ്ത് ആയി പോയിട്ടുണ്ട് എനിക്ക് കൂടുതൽ പറയുന്നില്ല ബട്ട് നിങ്ങൾ വായിച്ചോളൂ വായിച്ച് ഇതിൻ്റെ ക്ലിയർ ഐഡിയ ഉണ്ടാക്കുക ഓക്കെ അപ്പോൾ ഇവിടെ സെഡിനെ വേരിയേഷൻ പാരാമീറ്റർ ആക്കിയ ഐഡിയ അതൊക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് അതൊക്കെ ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കി വെക്കുക ആൻഡ് ജസ്റ്റ് കമ്പയർ ദി റിസൾട്ട്സ് ഓക്കെ സോ താങ്ക് യു